എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാൻ പോകുന്നത് ബഡ്ജറ്റാണ് വരുന്നത്. അതായത് വ്യാഴാഴ്ച ബഡ്ജറ്റാണ്. അന്ന് നിഫ്റ്റി എക്സ്പയറിങ് കൂടിയാണ്. അതുകൂടാതെ ഫെഡിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ സംഭവബഹുലമായ ഒരു ദിവസമായിരിക്കും ബഡ്ജറ്റ് ഡേയും അതിൻ്റെ പിറ്റേ ദിവസവും. അപ്പോൾ മാർക്കറ്റ് എവിടേക്ക് പോകുമെന്ന് നമുക്കൊരു പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം മാർക്കറ്റിന് അനുകൂലമായ ഒരു ബഡ്ജറ്റാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ അതിനെ ആശ്ലേഷിക്കും. അല്ല ബഡ്ജറ്റിന് പ്രതികൂലമായ ബഡ്ജറ്റാണെങ്കിൽ മാർക്കറ്റിന് പ്രതികൂലമായ ബഡ്ജറ്റാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴാനും സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ മാർക്കറ്റ് വരുന്നു ബഡ്ജറ്റ് ഉണ്ട ദിവസങ്ങളിൽ നമുക്ക് യാതൊരു ടെക്നിക്കലും വർക്കാവുന്നില്ല. കാരണം അത് ന്യൂസ് ബേസ്ഡ് ആയിരിക്കും. അത് ഷെയറിലും ആയാലും അങ്ങനെ തന്നെയായിട്ട് നമ്മൾ ചാർട്ട് വെച്ചിട്ട് അവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വർക്കാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ന്യൂസ് ബേസ്ഡ് ആണ്. ആൾക്കാർ പാനിക്കായിട്ട് ബൈയും സെല്ലും ഹ്യൂജ് ക്വാണ്ടിറ്റിയും ഒക്കെ ആ സമയത്ത് ചെയ്യാം. അപ്പോൾ അവിടെ ടെക്നിക്കൽ വർക്ക് ചെയ്യില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ബഡ്ജറ്റ് ഡേയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി ആണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ വെച്ച് നോക്കാം. നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫിൻനിഫ്റ്റിയുടെ ചാർട്ട് എടുക്കുക. ഇപ്പോൾ ഫിൻനിഫ്റ്റിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫിൻനിഫ്റ്റി ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് 20,285 20,285 ഇപ്പോൾ ഫിൻനിഫ്റ്റി ട്രേഡ് നടക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അടുത്ത സ്ട്രൈക്ക് അതായത് 20,285 എന്ന് പറയുമ്പോൾ 20,300 സ്ട്രൈക്കിൻ്റെ CE വാങ്ങുക പ്ലസ് PE വാങ്ങുക. ഇത് രണ്ടും മേടിക്കണം ഒരേ ടൈമിൽ. വേറെ വേറെ സമയത്തല്ല. CE മേടിക്കണം ആ സമയത്ത് തന്നെ PE മേടിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഒന്ന് നോക്കി നോക്കാം. ഇവിടെ നമ്മൾ 20,300 കാണുന്നുണ്ട്. നമുക്ക് 20,300 നമുക്കൊരു ബൈ ഇട്ട് കൊടുക്കും. ഈ റേറ്റ് ആയിരിക്കില്ല നമുക്ക് നിങ്ങൾ മേടിക്കുന്ന ആ സമയത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ മാർക്കറ്റ് ആ സമയത്ത് നാളെ ഇപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് 100 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഇടുന്നു വിചാരിക്കും. ഇപ്പോൾ 20,400 വിചാരിക്കും മാർക്കറ്റ് നാളെ സപ്പോസ് ഗ്യാപ്പ് അപ്പ്. അപ്പോൾ 20,400 PEയും കോളുമാണ് മേടിക്കേണ്ടത്. ഇനി മാർക്കറ്റ് ഡൗൺ ഉണ്ട് 20,150 വന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മേടിക്കുന്ന സമയത്ത് 20,150 ആണെങ്കിൽ ആ സ്ട്രൈക്ക് റേറ്റ് ആ അറ്റമണി സ്ട്രൈക്കിൻ്റെ PEയും കോളുമാണ് മേടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഉള്ള റിസ്ക് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഏതെങ്കിലും സൈഡിലേക്ക് മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ. അതായത് ഒന്നില്ലെങ്കിൽ അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്താൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അല്ലാണ്ട് മാർക്കറ്റ് ഒരു നാരോ റേഞ്ചിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമുക്കൊരു ചെറിയ ലോസ് ഉണ്ടാവും. നമ്മൾ ഈ സ്ട്രാറ്റജി ഒരു എക്സ്പയറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും കാത്തു വെക്കരുത്. നമ്മൾ ബഡ്ജറ്റ് ഡേയിൽ അന്ന് വൈകിട്ട് ഈ സ്ട്രാറ്റജി കവർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ കവർ ചെയ്തിരിക്കണം. അതിൽ കൂടുതൽ ഇത് ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. കാരണം ടൈം വാല്യൂ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ പ്രോഫിറ്റ് നമ്മൾ ഈ ബഡ്ജറ്റ് ഡേ സ്പെഷ്യൽ സ്ട്രാറ്റജിയാണിത്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയില്ല മാർക്കറ്റ് എവിടേക്ക് പോകുമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ഒരു സ്ട്രാറ്റജിയാണിത്. അപ്പോൾ അതേ പറയുന്നുണ്ട് നാരോ റേഞ്ചിൽ മാർക്കറ്റ് ഇപ്പോൾ ഉദാഹരണം പറയണമെങ്കിൽ ഫിൻനിഫ്റ്റി 20,300 ബഡ്ജറ്റിൻ്റെ അന്ന് 20,300 ഇടുന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു എക്സാമ്പിളാണ് പറയുക. 20,300 നമ്മൾ ഒരു PEയും CEയും 20,300 മേടിച്ചു മാർക്കറ്റിൻ്റെ അന്ന്. മാർക്കറ്റിൽ ഒരു അനക്കമില്ല, വെറുതെ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. 20,350 വരെ പോയി അപ്പ് സൈഡ്, താഴേക്ക് 20,250 വരെ വന്നോളൂ എന്ന് വിചാരിക്കും. 20,250 20,350 ഒരു 50 പോയിന്റ് അപ്പ് സൈഡും 50 പോയിന്റ് താഴേക്ക് വന്നിട്ട് മാർക്കറ്റ് ക്ലോസ്. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ മൂവ്മെൻറ്റ് ഇല്ലാത്ത മാർക്കറ്റ്. അപ്പോൾ നമ്മളെ ടൈം വാല്യൂ നമുക്ക് ലോസായിട്ട് ചെറിയൊരു ലോസ് ഉണ്ടാവും. ചെറിയ ലോസ് ഇവിടെ ഉണ്ടാവും. കാരണം മാർക്കറ്റ് വേണം. പക്ഷെ മാർക്കറ്റ് നല്ല രീതിയിൽ ഇപ്പോൾ നല്ല മാർക്കറ്റിന് അനുകൂലമായ ബഡ്ജറ്റ് വന്നിട്ട് 20,500 വരെ പോയി എന്ന് വിചാരിക്കും. 20,500 വരെ പോയി 200 രൂപ
പോയിന്റ് ഡിഫറൻസ്, അവിടെ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ 20 താഴേക്ക് വന്നില്ല, അവിടെ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കാം. മൂവ്മെൻറ്റ് ഇല്ലാത്ത മാർക്കറ്റിൽ ഇത് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ടൈം വാല്യൂ ലോസായി മാറും, നമുക്കത് നഷ്ടം സംഭവിക്കും. ടൈം വാല്യൂ നമുക്ക് നഷ്ടം സംഭവിക്കുള്ളൂ. എത്രയാണ് ടൈം വാല്യൂ കുറഞ്ഞു വരുന്ന ഒരു ദിവസം, അത്രയും നമുക്ക് ലോസ് സംഭവിക്കും. മൂവ്മെൻ്റ് ഉള്ള മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും ഇതിൽ. അത് ഏത് ചെയ്താലും, നമ്മൾ നിഫ്റ്റി ചെയ്താലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നിഫ്റ്റി ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നിഫ്റ്റി വ്യാഴാഴ്ച എക്സ്പയറിയിൽ തിരഞ്ഞെടുത്ത് ചെയ്യുമ്പോൾ നമ്മ മൂവ്മെൻ്റ് ഇല്ലാത്ത മാർക്കറ്റിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിഫ്റ്റി ഇടുന്ന വിചാരിക്കും. ഇപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ എക്സാമ്പിൾ ആദ്യം പോയിട്ട് നിഫ്റ്റിയിലേക്ക് പോവാം. 20,300 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. 20,300ൻ്റെ 263 ഇവിടെ റേറ്റ്, രണ്ടും 260 കറക്റ്റ് റേറ്റാണ് രണ്ടും വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ വന്നത് നല്ലതാണ്. ബയ്യും കൊടുത്ത് ഇവിടെയും ബയ്യും കൊടുത്തു നമ്മൾ ബസ്, ഇത് രണ്ടും ബയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 ലൈൻ കണ്ട, ഈ ബ്ലൂ ലൈനാണ് നമ്മൾ ഒരു ഇൻട്രാഡേ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോകുന്നത്. ഈ ബ്ലൂ ലൈനാണ് ഇവിടെ, ബ്ലൂ ലൈനാണ് ഇൻട്രാഡേ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോകുന്നത്. മറ്റേത് എക്സ്പയറി നമ്മൾ കാത്തു വയ്ക്കുന്ന ടൈമിൽ ഇവിടെ ക്ലോസ് ചെയ്താൽ ഇവിടെ നിന്നാണ് നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക, ഇവിടെ നിന്നും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ സോഷ്യലിൽ നമ്മൾ ഇത് എക്സ്പയറി നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷനിൽ ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ലോസ് ആയിരിക്കും. ഇതിൽ ഇവിടേക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാലും പ്രോഫിറ്റാണ്, ഇതിൻ്റെ ഇത്രയും താഴേക്ക് വന്നാലും പ്രോഫിറ്റ് ആയിരിക്കും ഇതിൽ, ഏത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി അല്ല ഇത്. ഒന്നില്ലെങ്കിൽ അന്ന് വൈകിട്ട് ഇത് കവർ ചെയ്യണം, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തിൽ ഫെഡിൻ്റെ റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെ രാവിലെ ഗ്യാപ്പ് ആണോ നോക്കിയിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഇത് ക്ലോസ് ചെയ്തിരിക്കണം. അത് പ്രത്യേകം പറയുന്നു, അല്ലാണ്ട് വെച്ചുകൊണ്ടിരിക്കരുത് ഇത്. അപ്പോൾ ഇതാണ് ഇത് നമ്മൾ പറഞ്ഞ നിഫ്റ്റിയിലെ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മൾ ബഡ്ജറ്റ് സ്പെഷ്യൽ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കറണ്ട് പൊസിഷൻ്റെ അറ്റ് ദ മണി ബൈയും അറ്റ് ദ മണി സിയും നമ്മൾ മേടിക്കുന്നു, അന്ന് തന്നെ ക്ലോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പിറ്റേ ദിവസം ക്ലോസ് ചെയ്യുന്നു. ഹോൾഡിംഗ് ഇല്ല. ഹോൾഡിംഗ് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഹോൾഡിംഗ് കൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചാൽ ഇത് ടൈം വാല്യൂ കുറഞ്ഞിട്ട് 0 ആയിട്ട് മാറും. ഇനി അതാണ് നിഫ്റ്റി. നിഫ്റ്റിയുടെ കേസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അന്നാണ് എക്സ്പയറി. അപ്പോൾ അന്ന് എക്സ്പയറി വരുമ്പോൾ ഇതിൽ നമുക്ക് നമ്മൾ ഈ സ്ട്രാറ്റജി നിഫ്റ്റിയിൽ ചെയ്യുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് നിഫ്റ്റി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ റേറ്റ് 21,520. അപ്പോൾ 21,500 നമുക്ക് എടുക്കും. 21,500ൽ പുട്ടിൻ്റെ റേറ്റ് 124 ഇതിൽ കാണുന്നു, കോളിൻ്റെ റേറ്റ് 170 ഇതിൽ കാണുന്നു. അപ്പോൾ നമ്മൾ ഇത് തലേ ദിവസം അല്ലെങ്കിൽ നാളെ ചെയ്യുമോ അല്ലെങ്കിൽ അന്ന് രാവിലെയോ ഇത് ചെയ്യാം. അതായത് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് തലേ ദിവസം ബഡ്ജറ്റിൻ്റെ തലേ ദിവസം ചെയ്യാം, അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ അന്ന് രാവിലെ തന്നെ ഇത് ചെയ്യാം. രണ്ടാമത്തെ രാവിലെ ബഡ്ജറ്റ് സ്പീച്ച് തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ തന്നെ ഇത് ചെയ്തു വയ്ക്കാം. എന്നിട്ട് ബഡ്ജറ്റ് സ്പീച്ച് കഴിഞ്ഞ് നമുക്ക് പ്രോഫിറ്റ് ഇല്ല ലോസ് ഇല്ലെങ്കിൽ ആ സമയത്ത് ഇത് വിറ്റുമാറും. ഈ 2 കണ്ടീഷൻ ചെയ്യാനുള്ളൂ. പക്ഷേ നിഫ്റ്റിയിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് പ്രത്യേകം നോട്ട് ചെയ്യണം. നിഫ്റ്റിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ബഡ്ജറ്റിൻ്റെ അന്ന് ചെയ്യുമ്പോൾ അന്ന് എക്സ്പയറി ആണ്. അപ്പോൾ നമുക്ക് മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ മേടിച്ച അത് രണ്ടും, അതായത് പുട്ട് ഇപ്പോൾ എക്സാമ്പിൾ പുട്ടിന് ഒരു 60 രൂപയാണെന്ന് വിചാരിക്കും, നമ്മൾ എക്സാമ്പിളാണ് പറയുന്നത്. കോളിന് ഒരു 60 രൂപയാണെന്ന് വിചാരിക്കും, 2 കോള്. നമ്മൾ കറൻറ്റ് എക്സ്പയറി, അതായത് 1-ാം തീയതി എക്സ്പയറി ആവുന്ന ഇത് രണ്ടുമാണ് മേടിച്ചതെന്ന് വെച്ചാൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് ഇല്ലാതെ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇത് രണ്ടും 0 ആയിട്ട് പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് രണ്ടും 0 ആയിട്ട് പോകും. പക്ഷേ നമ്മൾ അടുത്ത ആഴ്ചയിലത്തെ ആണ് മേടിക്കുന്നത് ചോദിച്ചു. അപ്പോൾ 1-ാം തീയതി കഴിഞ്ഞിട്ടുള്ള 8-ാം തീയതിയാണ് നിഫ്റ്റിയിൽ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കൊരു ടൈം വാല്യൂ ചെറുതായിട്ട് ലോസായി പോകും നമുക്ക്. അപ്പോൾ ഇതിൽ റേറ്റ് കൂടുതലായിരിക്കും, മറ്റേലാകുമ്പോൾ നമ്മളെ പ്രീമിയം കുറവായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മൾ കറൻറ്റ്
ആ ദിവസത്തെ തന്നെ ചെയ്യുകയാണെങ്കിൽ 1-ാം തീയതി എക്സ്പയറി ഉള്ള പുട്ടും കോളും കറണ്ട് അറ്റ് ദ മണി പുട്ടും കോളാണെങ്കിൽ നമുക്ക് പ്രീമിയം വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടും. അത് അതിൻ്റെ അഡ്വാൻറ്റേജ്. പക്ഷേ മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ ആ 2 പ്രീമിയവും നമുക്ക് മെൽട്ടായി സീറായി മാറും. ആ 2 പ്രീമിയം മെൽട്ടായി സീറായി മാറി ഫുൾ എമൗണ്ട് നമ്മൾ ലോസായി മാറും. പക്ഷെ നമ്മൾ അടുത്ത ആഴ്ചയിലത്തെ എക്സ്പയറി ആണെങ്കിൽ നമ്മളെ പ്രീമിയം കുറയും. പക്ഷെ അത് ഫുള്ള് മെൽട്ടായി പോകില്ല, ചെറിയൊരു ലോസേ സംഭവിക്കുകയുള്ളൂ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ. അപ്പ് സൈഡിലേക്ക് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, താഴേക്കും നല്ല രീതിയിൽ കുറഞ്ഞാലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് നമുക്ക് 1-ാം തീയതി തന്നെ നമുക്ക് സെലക്ട് ചെയ്ത ഒരു എക്സാമ്പിൾ കാണാം. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ് നിൽക്കുന്നത് 21,520. അപ്പോൾ 21 ഒരു 500 നമുക്ക് 21,550 സെലക്ട് ചെയ്ത് നോക്കാം. 550 സെലക്ട് ചെയ്തുമ്പോൾ രണ്ടും ഏകദേശം 145 റേറ്റാണ്. രണ്ടും ബൈ കൊടുക്കുന്നു. രണ്ടും ബൈ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ജനറേറ്റ് ചെയ്യുക. അതായത് ബ്ലൂ ലൈൻ വരുന്നത് ഇൻട്രാഡേയും മറ്റേത് എക്സ്പയറിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് ലോസായിരിക്കും. അത് കറണ്ട് എക്സ്പയറി ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇതിൽ 4,200 ലോസ് കാണിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത എക്സ്പയറി ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം, എത്ര ലോസ് വരുമെന്ന് നോക്കാം. അടുത്ത എക്സ്പയറി സെലക്ട് ചെയ്തപ്പോൾ കണ്ട അത്രയും ലോസ് വന്നിട്ടില്ല. പ്രത്യേകം മനസ്സിലായി എന്ന് വെച്ചാൽ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ചെറിയൊരു ലോസ് ഉണ്ടാവുന്നുള്ളൂ അടുത്ത എക്സ്പയറി സെലക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ കറണ്ട് എക്സ്പയറി ആകുമ്പോൾ നമുക്ക് ലോസ് കൂടും അവിടെ. അത് ആ ദിവസം ബഡ്ജറ്റ് വന്നതുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാനുള്ളത്. ഇതിലത്തെ റേറ്റ് നോക്കണ്ട, ഇത്രയേ ഉള്ളൂ ചെയ്യാനുള്ളത്. മാർക്കറ്റ് അവിടെ നിൽക്കുന്നു. ഇപ്പോൾ 21,600 നിൽക്കുകയാണെന്ന് വിചാരിക്കും. 21,600 നിൽക്കുമ്പോൾ 21,600 പി ഒരെണ്ണം മേടിക്കുക, 21,600 സി ഒരെണ്ണം മേടിക്കുക. രണ്ടും ഒരേ സമയത്ത് മേടിക്കണം. പി മേടിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സി മേടിച്ചാൽ ശരിയാവില്ല. രണ്ടും ഒരേ സമയത്ത് മേടിക്കണം. അന്ന് വൈകിട്ടോ ബഡ്ജറ്റിൻ്റെ അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫെഡിൻ്റെ റിസൾട്ട് രാവിലെ വരുമല്ലോ, അത് നമുക്കറിയാം. അതിൻ്റെ രാവിലെ ഗ്യാപ്പ് അപ്പ് ആണോ എന്ന് നോക്കിയിട്ട് നമ്മളെ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യുക, അത് സെല്ല് ചെയ്യുക. ഹോൾഡിങ് ഒരിക്കലും വെക്കരുത്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് ഇപ്പോൾ 9-ാം തീയതി 9-ാം തീയതി ഉള്ള എക്സ്പയറി മേടിച്ചിട്ട് അല്ലോ പ്രോഫിറ്റ് ലോസ് ഒന്നും കിട്ടിയില്ല, ഒന്ന് ഹോൾഡ് ചെയ്യാം എന്ന് വെച്ചിട്ട് വിചാരിച്ച് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മൂവ്മെൻറ്റ് നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷേ മൂവ്മെൻറ്റ് ഉണ്ടോ ഇല്ലേ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷേ മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ആ പ്രീമിയത്തിൻ്റെ ടൈം വാല്യൂ ലോസായിട്ട് ഇതാവും. കറണ്ട് പൊസിഷനിൽ അതായത് മൂവ്മെൻറ്റ് ഇല്ലാണ്ട് മാർക്കറ്റ് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ടൈം വാല്യൂ നമുക്ക് ലോസായിട്ട് ബാധിക്കും, ലോസായിട്ട് മാറും. അപ്പ് സൈഡിലേക്ക് ഇടങ്ങിയാൽ അപ്പ് സൈഡിലേക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആയിരിക്കും, താഴേക്ക് നല്ല രീതിയിൽ വന്നാലും പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇത് ബഡ്ജറ്റ് സ്പെഷ്യൽ ഒരു സ്ട്രാറ്റജി നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓപ്ഷനാണ് ചെയ്യാൻ പോകുന്നത്, നല്ല ആലോചിച്ച് മാത്രം ചെയ്യുക. ഡേഞ്ചർ പിടിച്ച പരിപാടിയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.